ദോഷങ്ങളെല്ലാം തീർക്കാൻ വേണ്ടിയാണല്ലോ ഈ പരിഹാര കർമ്മങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ഇതെല്ലാം ചെയ്തത് വളരെ നന്നായി. ഞാനത് പറയാൻ വരികയായിരുന്നു. തിരുമേനി, സിദ്ധുവിന്റെ അസുഖം ഭേദമാവുന്നതിന് വേണ്ടി ഇനിയും എന്ത് ചെയ്യാനും ഞങ്ങൾ തയ്യാറാ. സിദ്ധുവിനെ പഴയ സിദ്ധുവായിട്ട് ഞങ്ങൾക്ക് കിട്ടണം. പരിഹാരങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞില്ലേ? ഇനി ഫലം നിശ്ചയം. അധികം വൈകാതെ തന്നെ സിദ്ധു പൂർണ്ണസ്ഥിതിയിലെത്തിയിരിക്കും. ശരി തിരുമേനി. കുട്ടി, മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് 7 വട്ടം പ്രദക്ഷിണം പൂർത്തിയാക്കിക്കോളൂ. കുട്ടിയുടെ എല്ലാ സങ്കടങ്ങളും അതോടെ മാറിക്കോളും. ചെന്നോളൂ കുട്ടി. ശരി തിരുമേനി. ഇത് വെച്ച് അവൾക്കൊരു പണി കൊടുക്കണം. ഈ മായ ആരെന്ന് ഇന്ന് അവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്.
സങ്കടങ്ങൾ മാറാനുള്ള അവളുടെ 7 വല പ്രദക്ഷിണം എന്തായി? തീർന്നില്ലേ? അത് ഞാൻ മുടക്കിയല്ലോ. മാലകയല്ലേ ഇത്? മാലകെ, മാലകെ, അയ്യോ കുറെ ചോര വന്നല്ലോ. കല്ല് കുപ്പിച്ചെന്ന് കൊണ്ടുതാ കുട്ട. കുട്ടനിവിടെ ഉണ്ടായിരുന്നോ? ഞാൻ മാത്രല്ല, അവിടെ മുത്തശ്ശിയും ചെറിയമ്മയും അമ്മയൊക്കെ ഉണ്ട്. ആണോ? ഞാൻ നോക്കട്ടെ. കൊറേ പൊട്ടിയുണ്ടല്ലോ. മാലാകെ, കൊറേ ചോര വരുന്നുണ്ടല്ലോ. ബാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട കുട്ട, ഇപ്പൊ പോണ്ട. ഹോസ്പിറ്റലിൽ പോയാൽ ശരിയാവില്ല. ദേവിയുടെ മുന്നിൽ 7 വലം പ്രദക്ഷിണം വയ്ക്കാനുണ്ട്. എനിക്കത് പൂർത്തിയാക്കണം. അതിപ്പോ ആശുപത്രി പോയിട്ട് വന്നിട്ടും ചെയ്യാലോ. പോര കുട്ട, ഞാൻ പ്രദക്ഷിണം വയ്ക്കാൻ തുടങ്ങിയപ്പോഴാ ഈ അനിഷ്ടം ഉണ്ടായത്. എനിക്ക് പ്രദക്ഷിണം തടസ്സപ്പെടുത്താൻ പറ്റില്ല. കുട്ട, ഇതൊരു പരീക്ഷണോ. എനിക്ക് ഈ പരീക്ഷണത്തെ അതിജീവിച്ചേ പറ്റും. മാലാകെ പറയണ കേക്ക് മാലാകെ. ഒട്ടും വിഷമിക്കണ്ട, ഞാൻ നടന്നോളാം. ദേവി, എനിക്ക് പ്രദക്ഷിണം പൂർത്തിയാക്കാൻ സാധിക്കില്ലേ? അതിന് നീ എന്നെ അനുവദിക്കില്ലേ? മാലാകെ, മാലായിക്ക് ഇപ്പോ ഈ പ്രദർശനം തീർത്താ പോരെ? അത് ഞാൻ ഹെൽപ്പ് ചെയ്താ മതിയല്ലോ. അതെങ്ങനെ? അതിനല്ലേ കുട്ടനുള്ളേ. ബാ. ഇങ്ങനെ ഒരു പുരുഷനെ കിട്ടണമെങ്കിൽ നമ്മളെ പോലുള്ള പെണ്ണുങ്ങൾ തപസ് ചെയ്യണം. സിദ്ധു, തടയണ്ട. ആ പെൺകുട്ടി സിദ്ധാർത്ഥന് വേണ്ടി ജനിച്ച പെൺകുട്ടിയാ. അവർ പ്രദക്ഷിണം പൂർത്തിയാക്കട്ടെ. അനീഷേ, എടാ ഇന്ന് ശമ്പളം കിട്ടുമെന്നല്ലേ നീ പറഞ്ഞേ? എന്നിട്ട് എന്തായി, കിട്ടിയോ? അനീഷേട്ടാ, എന്തു പറ്റി? ശമ്പളത്തിന്റെ കാര്യം അമ്മ ചോദിച്ചിട്ട് അനീഷേട്ട എന്താ ഒന്നും മിണ്ടാത്തത്?
ശമ്പളം മുഴുവൻ അമ്മയ്ക്ക് കൊടുക്കാൻ മടിച്ചിട്ടാണോ മിണ്ടാത്തത്? എവിടെ ശമ്പളം? കിട്ടിയില്ല. കിട്ടിയില്ലേ? ഇനി 2-3 ദിവസം കഴിഞ്ഞിട്ട് അവർ അക്കൗണ്ട് ഇടും. ഹലോ, ഞാനൊന്നും അറിഞ്ഞില്ല. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ ചോദിച്ചിട്ട് വിളിക്കാം. എന്താ മുത്തശ്ശ? മോളെ മഞ്ജു, അനീഷ് എന്ത് പണിയാ കാണിച്ചത്? മനസ്സിലായില്ല. എന്തു പറ്റി മുത്തശ്ശ? അവൻ ആ കല്യാണ മണ്ഡപത്തിനെയും കാറ്ററിംഗുകാരുടെ അഡ്വാൻസ് കൊടുത്തില്ലേ? അല്ല, കൊടുത്തെന്നാണല്ലോ എന്നോട് അനീഷേട്ട പറഞ്ഞത്. കൊടുത്തെങ്കിൽ പിന്നെ അത് കിട്ടിയില്ലെന്ന് പറഞ്ഞ് അവരെന്നെ വിളിക്കോ? ആദ്യം ഓഡിറ്റോറിയത്തിൻ്റെ ആള് വിളിച്ചു, ഇപ്പൊ അതേ കാറ്ററിംഗിന്റെ ആള് വിളിച്ചിരിക്കുന്നു. അനീഷ അഡ്വാൻസ് കൊടുത്തിട്ടില്ല. നീ അത് അവനോടൊന്ന് ചോദിച്ചേ. അവന് അഡ്വാൻസ് എന്ത് ചെയ്തെന്ന് അറിയണമല്ലോ. ചെല്ലുമോളെ. ശരി മുത്തശ്ശ. അനീഷേട്ട കള്ളം പറഞ്ഞതാ അല്ലേ? കള്ളോ? എന്ത് കള്ളം? അതെ, കള്ളം തന്നെ. എടി, ശമ്പളം 2-3 ദിവസം കഴിഞ്ഞേ അക്കൗണ്ട് ക്രെഡിറ്റ് ആവത്തുള്ളൂ. അതിൽ യാതൊരു കള്ളത്തരവും ഇല്ല. ഞാൻ ചോദിച്ച അതല്ല. പിന്നെ ഓഡിറ്റോറിയത്തിന് കാറ്ററിംഗിനും ഒക്കെ അഡ്വാൻസ് കൊടുത്തെന്നല്ലേ എന്നോട് പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ അത് കൊടുത്തോ? കൊടുത്തു. കള്ളം, പച്ച കള്ളം. നിങ്ങൾ എന്തിനാ മുഖത്ത് നോക്കി നട്ട കിളിർക്കാത്ത കള്ളങ്ങളൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത്? അല്ല മഞ്ജു, അത് നിങ്ങൾ ഒരിടത്തും 1 രൂപയും കൊടുത്തിട്ടില്ല. മണ്ഡപത്തിന്റെ ആൾക്കാരും കാറ്ററിംഗിന്റെ ആൾക്കാരും ഇപ്പൊ മുത്തശ്ശനെ വിളിച്ചിരുന്നു. ഇതുവരെ അഡ്വാൻസ് കിട്ടിയിട്ടില്ലെന്ന് അവര് മുത്തശ്ശനോട് പറഞ്ഞു. അഡ്വാൻസ് കൊടുക്കാൻ തന്നയച്ച പണം നിങ്ങൾ എന്ത് ചെയ്തു എന്ന് മുത്തശ്ശൻ അറിയണം. അതിനാ മുത്തശ്ശൻ എന്നെ ഇപ്പൊ ഇങ്ങോട്ട് അയച്ചത്. പറയൂ, ആ പണം നിങ്ങൾ എന്ത് ചെയ്തു? കൊണ്ടുപോയി ചീട്ട് കളിച്ച് തൊലച്ചോ? പറയാ. എടി, ഞാൻ ചീട്ട് കളിക്കില്ല നിനക്ക് വാക്ക് തന്നല്ലേ. ചീട്ട് ഞാൻ കളിക്കില്ല. ദേ, ചീട്ട് ഞാൻ കളിച്ചിട്ടുമില്ല. അപ്പൊ പിന്നെ അഡ്വാൻസ് കൊടുക്കാൻ തന്ന പണം എവിടെ പോയി? അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന് ആക്സിഡന്റ് പറ്റി. അപ്പോ ആശുപത്രിയിൽ കുറച്ചധികം പണത്തിന്റെ ആവശ്യം വന്നു. ഒരാള് അത്യാസന്ന നിലയിൽ ആശുപത്രി കിടക്കുമ്പോ കയ്യില് കാശ് വെച്ചിട്ട് എങ്ങനെയാണ് ഇല്ലാന്ന് പറയുന്നേ? അവന്റെ ആ സങ്കടസ്ഥിതി കണ്ടപ്പോ ഞാൻ എന്റെ കയ്യിലിരുന്ന പണം എടുത്ത് ആശുപത്രിയിൽ ചെലവാക്കി. കൊള്ളാം. ദീനാനുകമ്പയും കാരുണ്യ പ്രവർത്തനമൊക്കെ നല്ലത് തന്നെയാ. പക്ഷേ അത് പെങ്ങന്മാരുടെ കല്യാണത്തിന് വേണ്ടി മാറ്റിവെച്ച പണം എടുത്തല്ല ചെയ്യേണ്ടിയിരുന്നത്. മഞ്ജു, അതവ 2 ദിവസത്തിനുള്ളിൽ തിരികെ തരും. അതൊന്നും എനിക്ക് അറിയണ്ട. അഡ്വാൻസ് കൊടുക്കാൻ ഏൽപ്പിച്ച മുഴുവൻ പണവും നാളെ തന്നെ അനീഷേട്ട തിരികെ കൊടുത്തിരിക്കണം. കൊടുത്തേ തീരൂ. ഇല്ലെങ്കിലേ നിങ്ങൾ വിവരം അറിയും. എടി മഞ്ജു, ഹലോ. അച്ഛാ, പിന്നെ ഞാൻ വിളിച്ചതേ ആ കല്യാണ മണ്ഡപത്തിന്റെ കാര്യം ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. പറഞ്ഞോളൂ. നമുക്ക് നാളെ തന്നെ പോയി പറ്റിയ കല്യാണ മണ്ഡപം ഇതെന്ന് നോക്കിയാലോ? അത് മഹാദേവ, നാളെ അതിന് സാധിക്കും തോന്നുന്നില്ല. അതെന്ത് പറ്റി? നാളെ എന്റെ മോന്റെ ഓർമ്മ ദിവസാ. അതായത് ദേവികയുടെ അച്ഛന്റെ ചരമദിനം. ഓ, അവനുള്ള ശ്രാദ്ധമൂട്ടും മറ്റുമായി നാളെ ഞങ്ങൾ തിരക്കിലായിരിക്കും. നാളെയാണല്ലേ ഇത്? എങ്കിൽ കല്യാണ മണ്ഡപം കാണുന്നത് നമുക്ക് നാളെ കഴിഞ്ഞ മറ്റൊരു ദിവസം പോവാം. അല്ലച്ചാ, ദേവിക ഉണ്ടോ അടുത്ത്? ദേവികേ, മുത്തശ്ശ, ഇങ്ങോട്ട് വന്നേ. പൊന്നാരൻ തൊട്ടു നിന്ന് മഹാദേവനാ.
നിന്നോടെന്തോ പറയണമെന്ന്. ഇതാ വരുന്നു മുത്തശ്ശ. ഇതാ സംസാരിക്ക്. ഹലോ സർ. മോളെ, നാളെ അച്ഛന്റെ ഓർമ്മ ദിവസമാണെന്ന് മുത്തച്ഛൻ പറഞ്ഞു. അതെ സർ, നാളെ അത്. ചടങ്ങിന് ഞങ്ങൾക്ക് പങ്കെടുക്കാമോ? അയ്യോ, അതെന്താ ചോദ്യമാണ് സർ. സാറ് പങ്കെടുക്കണം. തീർച്ചയായിട്ടും സാറ് വരണം. സാറ് മാത്രല്ല, എല്ലാവരെയും കൂട്ടിയിട്ട് വരണം. ശരി മോളെ, ഞങ്ങൾ വന്നേക്കാം. ശരി സർ. ശരി. മുത്തശ്ശ, ഇറങ്ങാം നമുക്ക്. ഇറങ്ങാൻ മോളെ. അവരെവിടെ? ആ, അവരൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ വരും. മോളെ, സമയം വൈകുന്നു. സുലോചനെ, അഞ്ജിതേ. മുത്തശ്ശ, ചടങ്ങിന് പുറപ്പെടുന്ന വിവരം മുത്തശ്ശൻ അമ്മയെ വിളിച്ചു പറഞ്ഞായിരുന്നോ? ഇല്ല, ഞാൻ അവളെ വിളിച്ചില്ല. ഒന്ന് വിളിക്കും മുത്തശ്ശ. അതിനെ ഞാൻ വിളിക്കുന്ന. നിനക്ക് വിളിച്ചൂടെ? മുത്തശ്ശൻ അറിയാലോ, അമ്മ എന്നോട് പിണക്കത്തില്ല. ഞാൻ വിളിച്ച അമ്മ കോൾ എടുക്കില്ല. എന്നൊരു കാര്യം ചെയ്യേ, ഈ ഫോണിൽ വിളിക്ക്. ഇതിൽ വിളിച്ച അവളെ എടുക്കുമല്ലോ. എടുത്താലും ഞാനാണെന്ന് അറിഞ്ഞ അമ്മ സംസാരിക്കണമെന്നില്ല മുത്തശ്ശ. എന്നോട് ഇനി സംസാരിക്കില്ലെന്ന വാശിയില്ല അമ്മ. അതുകൊണ്ടാ ഞാൻ മുത്തശ്ശനോട് അമ്മയെ വിളിക്കാൻ പറഞ്ഞത്. ആ, വിളിക്കാം. അവിടെ ചെന്നിട്ട് വിളിക്കാം. ഇറങ്ങിയാലോ? ശരി ശരി, വാ. വാ. കുട്ടാ, വാ. വാ മോളെ. ഹായ്. മിണ്ടരുത്. അച്ഛനിക്കും പോടണം. സിദ്ധു, മിണ്ടായിരിക്കെ. ജാനകി. സിദ്ധു, സിദ്ധു, എന്താ ഈ കാണിക്കുന്നേ? ഒന്ന് പോടിട്ട് പോയിട്ട്. സിദ്ധു, ഞാൻ പോട്ടെ. സിദ്ധു, സിദ്ധു, പറഞ്ഞേക്ക്. അമ്മേ, സിദ്ധു എഴുന്നേക്ക് മോനെ അവിടുന്ന്. ഇല്ല, എനിക്ക് പോടണം. മോനെ എഴുന്നേക്കടാ. ഇല്ല, പോടിട്ട് ഞാൻ. സിദ്ധു, അരുത് മോനെ, ഒന്നും ചെയ്യാൻ പാടില്ല. മോനെ, കർമ്മം നടക്കുന്ന കണ്ടില്ലേ നീ? എഴുന്നേറ്റ് മോനിങ്, എഴുന്നേറ്റ് വാ. വേണ്ട, കുട്ടനെ വിഷമിപ്പിക്കണ്ട. എന്നോടൊപ്പം ഇവിടെ തന്നെ ഇരുന്നോട്ടെ. ഭാവിയിൽ എന്റെ അച്ഛന്റെ മരുമകനാകാൻ പോകുന്ന ആളല്ലേ. അതുകൊണ്ട് കുട്ടൻ ഇപ്പൊ ഈ കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ല. കുട്ടാ, കുട്ടൻ ഇവിടെ തന്നെ ഇരുന്നോളൂ. പക്ഷെ ബഹളം ഉണ്ടാക്കരുത്. ഇല്ല. തിരുമേനി, തുടരാം.
ഇവിടെ ചടങ്ങുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ കാണിച്ചു തരാം.